He has an option for expansion. You can understand now later. Yeah, we build a staircase. Yes. That's a good idea. Yeah. In case if they do want to Then they can do it themselves. they can do it. They have permission to build. Yes, they do. This is one of the. With our എങ്ങനെയുണ്ട് പ്രിയങ്ക മേഡം? ഒക്കെ ശരിയായിട്ടില്ലേ? എല്ലാം പോരെ? ഭംഗിയായിട്ടുണ്ടല്ലോ അല്ലേ? വൃത്തിയായിട്ട് പണിതിട്ടില്ലേ? ഫിറ്റല്ലേ? കൊടുക്കാമല്ലോ അല്ലേ? ആ മേഡം പറഞ്ഞാലാണ് നമുക്കന്ന് കൊടുക്കാൻ പറ്റുക. നാളെ തന്നെ അത് കൊടുക്കണം. നാളെയാണ് നമ്മൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇതെന്താ കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ വയനാട്ടിലില്ലേ ഈ ചൂരമല മുണ്ടക്കര ദുരന്ത ബാധിതർക്കായിട്ട് കേരള സർക്കാർ നിർമ്മിച്ച് നൽകുന്ന 400 വീടുകളിലെ ആദ്യഘട്ടം ഒരു 178 വീടുകൾ ഉദ്ഘാടനമാണ് നാളെ. അപ്പോൾ അതിൻ്റെ ചടങ്ങിന് മുമ്പായിട്ട് നമ്മുടെ അവിടുത്തെ MP ആയിട്ടുള്ള, കാരണം അവിടുത്തെ ജനം ഒന്നിച്ച് ഒരുപാട് വോട്ട്, രാഹുൽ ഗാന്ധിയേക്കാൾ വോട്ടൊക്കെ കൊടുത്ത് ജയിപ്പിച്ച നമ്മുടെ MP വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ഫൈനലൈസായിട്ട് ഉറപ്പിച്ച് പറഞ്ഞാലാണ് നമ്മൾക്ക് നാളെ ഈ കേരള സർക്കാരിന് ഈ കീ കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക്. അതിനുവേണ്ടി അവർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി അത് ഓക്കെ ചെയ്യുകയാണ്. ആ ഒരു ഫൈനൽ സർട്ടിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടെ എന്തെല്ലാം ചിന്തകളായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. സ്ഥലം MP ആണ് പ്രിയങ്ക ഗാന്ധി. ആങ്ങളെ പെങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തു പോയ ഒരു സീറ്റ്. ആങ്ങളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വയനാട്ടിലെ ജനം നെഞ്ചോട് ചേർത്ത MP ആണ്. അവരാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നാളെ കൊടുക്കാൻ പോകുന്ന വീടുകളുടെ താക്കോൽ ദാനത്തിന് തൊട്ട് മുമ്പ് വന്ന് ഈ വീടൊക്കെ കണ്ട് വിലയിരുത്താനായി വന്നിട്ടുള്ളത്. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു MP-യുടെ ചുമതലയാണ്, കർത്തവ്യമാണ് അവിടുത്തെ ദുരന്ത ബാധിതരായ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയെല്ലാം വിലയിരുത്തേണ്ടത് അവിടുത്തെ സ്ഥലം MP എന്നുള്ള നിലയ്ക്ക് അവരുടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രമല്ല ഈ പദ്ധതിയായിട്ട് ഒരു MP എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റം കോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഇനി ഈ വ്യക്തി എന്തുമാത്രം ഈ പദ്ധതിയോട് കോപ്പറേറ്റ് ചെയ്തു എന്നറിഞ്ഞാലല്ലേ നമുക്ക് ആ സന്തോഷത്തിൽ നിന്ന് പങ്കുചേരാൻ നിവൃത്തിയുള്ളൂ. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേട്ടാൽ എന്താ? Would you like to react on that? They are saying MPs have not given any money to the Wayanad rehabilitation. Well, we've done a lot for the rehabilitation of victims here on our own, and we've done it through our parties. And as you know, today also we're going to be inaugurating the housing, etc. And I think that we've done quite a lot. But you have not given anything from the MP fund, they are saying. Yeah, so we don't. Yeah, so we don't have to give it to them. We have to give it to the victims of the disaster, and that's what we are doing. So will Congress, complete the housing project in time? Because there has been a lot of delay on the. Well, I hope so. There was a lot of delay of paperwork and of the land issues and all that, and. നമ്മുടെ പ്രേക്ഷകർക്ക് അവർ പറഞ്ഞത് മനസ്സിലായല്ലോ, ആ ചോദ്യവും മനസ്സിലായല്ലോ. നിങ്ങൾ നേരിട്ട് MP ഫണ്ടൊന്നും കോൺഗ്രസ്സുകാർ ഇതിനു വേണ്ടി കൊടുത്തിട്ടില്ലല്ലോ എന്നാണല്ലോ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ, യെസ്, ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾ നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് എന്നിട്ട് സർക്കാരിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മറിച്ചൊരു ചോദ്യം അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചും ചോദിക്കാനുണ്ടാവില്ലേ മേഡം? നിങ്ങൾ 10 പൈസ കൊടുക്കാത്തൊരു പദ്ധതി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുന്നതിൽ ഒരു മര്യാദകേടില്ലേ എന്ന് അവിടുത്തെ ജനം ചോദിച്ചാൽ അത് ഒത്തിരി കഷ്ടമാകില്ലേ മേഡം? കോൺഗ്രസ്സുകാർ വീട് കെട്ടുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ വീട് കെട്ടട്ടെ. അതിന് കല്ലിട്ടിട്ടുള്ളൂ 2 ദിവസം മുമ്പേ എന്ന് നമുക്കറിയാം. അതിലെത്ര വീട് ഇനി പേർന്നു പൊന്തും എന്നുള്ളതൊക്കെ ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ്. ഇതിനു മുമ്പുള്ള ചരിത്രം കോൺഗ്രസിൻ്റെ പലതും എടുത്തു കഴിഞ്ഞാൽ പലതും കഷ്ടമാണ്. അതിവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ നാണമില്ലാതെ സർക്കാരിൻ്റെ ഈ പദ്ധതിയുമായി 10 പൈസ കൊടുത്ത് സഹകരിക്കാതെ, എന്തെങ്കിലും തരത്തിലൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം അവിടേക്ക് നാണല്ലാതെ കയറി വന്ന് ഈ വീടൊക്കെ പരിശോധിച്ചു പോയി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന വിധത്തിലുള്ള ഈ ഒരു പ്രകടനം മഹാമോശമായി എന്ന അഭിപ്രായമാണ് പൊതുവേ തോന്നുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത് സത്യമാകല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു MP, അവിടെ സ്ഥലം MP അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനോട് എതിർപ്പില്ല, അതങ്ങനെ നടക്കട്ടെ, ഒരു പാർട്ടി പരിപാടി എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഏതാണ്ട് 100-100 വീടുകളെങ്ങാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ഈ വീമ്പൊന്നും പറയുന്നതായി നമ്മളെവിടെയും കണ്ടില്ല. അതിൻ്റെ രാഷ്ട്രീയത്തിലെ ചില തുക്കട നേതാക്കളൊക്കെ പലതും പറയുന്നുണ്ടെങ്കിൽ അന്തസ്സുള്ള അതിൻ്റെ മാന്യമായ നേതാക്കളൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ പദ്ധതിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, ഞങ്ങൾ കുറച്ച് വീടുകളല്ലേ വെച്ച് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ വീടുകളും സർക്കാരാണല്ലോ 400 വീടുകൾ വെച്ച് കൊടുക്കുന്നത്, തീർച്ചയായും ആ പദ്ധതിയുടെ കൂടെയാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അതിലെ ചില ഈ വരേണ്ട ലോക്കൽ നേതാക്കളൊക്കെ ചില തമ്മാടിത്തരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കാരിനെ കളിയാക്കാനൊക്കെ അവർ മുമ്പിലുണ്ടെങ്കിലും മാന്യമായ രീതിയിലാണ് അവർ
പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ സിദ്ദിഖിനെ പോലെയുള്ള മാന്യമായ അവിടുത്തെ സ്ഥലം MLA ഈ ഒരു MP ഒക്കെ പ്രതികരിച്ച രീതി ഇപ്പം നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ടാണ് നേരത്തെ കണ്ട വീഡിയോ സത്യമാകരുതേ എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം. പക്ഷേ അതങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോ കണ്ടാലാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക. അതും കൂടെ കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. Why did I not give money? To give money. Okay, let me tell you what I said. I was asked why we Congress MPs did not give money to the state government for the state township. We felt that we don't have to give money to the state government. It's important for us to provide help for the victims, and we are building our own houses, whether it's IUML or Congress Party, and we are all contributing to that. Everybody has raised funds, contributed to different aspects of relief work and rehabilitation work, and I think that's fine. വളരെ വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധി ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കോൺഗ്രസ് MPമാരൊന്നും 10 പൈസ ഇതിനു വേണ്ടി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് നാണല്ലാതെ വന്നിട്ട് ഈ വീട് സന്ദർശിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് സിദ്ദിഖ് നേതാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ദിഖ് നാളെ മുതൽ ഈ വിടുവായിത്തും പറയുന്നത് നിൽക്കുക. സതീശൻ സാറിനോടും പറയുക, ഞങ്ങളുടെ കൂടെ ഫണ്ട് കൊണ്ടാണ് ഈ സർക്കാർ ഇതൊക്കെ കിട്ടുന്നത്, ആയിക്കോട്ടെ, നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, അതിന് ഈ വീമ്പ് പറിച്ചിട്ട് വേണ്ട, ഇതിൽ രാഷ്ട്രീയം കളിക്കരുത്. ഉറ്റവരെയും ഉടയവരെയും സകലതും നഷ്ടപ്പെട്ട ഈ മനുഷ്യരെ വെച്ച് മാത്രം 4ാം കട രാഷ്ട്രീയം കളിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.